പാകിസ്ഥാൻ മധ്യസ്ഥം വഹിക്കുമ്പോൾ തന്നെ അവരുടെ കാര്യം കാണുന്നുണ്ട്. അവർ ഇറാനുമായി എണ്ണ കൊണ്ടുപോകുന്നതിന് ഒരു കരാറുണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഹൊർമൂസ് വഴി അവരുടെ കപ്പൽ പോകുന്നതിന് ഇറാൻ തടയില്ല. ഇതുപോലെ വേറെയും ചില രാജ്യങ്ങൾ കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, കരാറുണ്ടാക്കാത്ത രാജ്യങ്ങൾ എണ്ണ കൊണ്ടുപോകാൻ ആവാതെ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരിക്കുന്നു. എന്തായാലും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ഇറാനുമായിട്ട് കരാറുണ്ടാക്കിയിരിക്കുന്ന കപ്പലുകൾ അവരെ കടത്തിവിടില്ല, അതുപോലെ തന്നെ അവർക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പാകിസ്ഥാനെ എത്ര കണ്ട് വിശ്വസിക്കാം? ഈ മീഡിയേറ്ററായിട്ടൊക്കെയുള്ള റോളിൽ നിൽക്കുന്നുവെങ്കിലും അവരുടെ കാര്യം കാണാനാണ് ഈ മീഡിയേറ്റർ റോളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇരട്ടത്താപ്പ് അവരുടെ കൂടപ്പിറപ്പുമാണ്. അപ്പോൾ എത്ര കണ്ട് അവരെ വിശ്വസിക്കാം എന്ന് ഇവിടെ അമേരിക്കയിലെ ഈ സെനറ്റർമാരും, ഇപ്പം ലേറ്റസ്റ്റ് സെനറ്റർ ലിൻസെ ഗ്രഹാം, അദ്ദേഹം തന്നെ ചോദിക്കുന്നു, ഇവരെ എങ്ങനെ വിശ്വസിക്കും? ഇതേവരെ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ്, ഇവരെങ്ങനെ ഒരു മധ്യസ്ഥൻ്റെ റോൾ വഹിക്കും എന്ന്. എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് പ്രസിഡന്റ് പറയുന്നത് ഈ ഇറാൻ്റെ നേവിയിൽ 90% ഇല്ലാതായി. അവരുടെ 290 കപ്പലുകളോ മറ്റോ ഒക്കെ തകർത്ത് കളഞ്ഞു. പിന്നെ വ്യോമസേനയും അതുപോലെ തകർന്നു. സാമ്പത്തിക നിലയാണെങ്കിൽ അത് അനുദിനം അവർ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ഈ വീൺവാക്ക് പറയുന്നതല്ലാതെ ഇവരെ കൊണ്ടൊന്നും കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണ് പ്രസിഡന്റ് പറയുന്നത്. എന്നാൽ അത് മുഴുവൻ ശരിയല്ല എന്ന രീതിയിലാണ് ഇന്നിപ്പം ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ്റെ മിസൈലുകളിൽ 90% ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഉണ്ട്. അതുപോലെ തന്നെ പുതിയ മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങളും അത് 32 എണ്ണം ഉള്ളതിൽ 30 എണ്ണം സജീവമാണ്. അപ്പോൾ പുതിയ ഉൽപ്പാദനവും ഒക്കെ നടത്താനായിട്ടുള്ള ശേഷിയുള്ളതാണ്. അതുപോലെ തന്നെ ഈ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം, അത് ഇപ്പം തന്നെ 60% സമ്പുഷ്ടീകരിച്ച എൻറിച്ച് ചെയ്ത യുറേനിയമാണുള്ളത്. അതൊരു 90% ആക്കാൻ പെട്ടെന്ന് കഴിയും. 90% ആയി കഴിഞ്ഞാൽ അത് അണ്വായുധം പോലെ ആക്കാനായിട്ട് കഴിയും, അണ്വായുധം ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ അണ്വായുധം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രശ്നമാവുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെയുള്ള കഴിവ് അവർക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അമേരിക്ക ഇത് അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് രാജ്യദ്രോഹപരമാണ്. അവർ ഈ ഇല്ലാത്ത പ്രതീക്ഷ അവർക്ക് കൊടുക്കുകയാണ്, ഇറാനിലെ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊന്നുമല്ല യഥാർത്ഥ സ്ഥിതി. ഇറാൻ ആകപ്പാടെ തകർന്നു. അപ്പോൾ ഈ റിപ്പോർട്ടൊക്കെ കൊടുത്ത് ഇറാനിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രത്യാശ കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അപ്പോൾ അതിൽ മുൻനിരയിൽ നിൽക്കുന്നത് ഈ ന്യൂയോർക്ക് ടൈംസാണ്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസിനെ പറ്റി പറയുമ്പം ഒരു കാര്യം കൂടി ഇന്നലെ കണ്ടു. അതായത് ഈ ബർമയിൽ നിന്ന്, മ്യാൻമറിൽ നിന്ന് വന്ന ഒരു 55 വയസ്സോ മറ്റുള്ള ഒരു അബ്ദുൾ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ഒരുത്തൻ, അയാൾക്ക് സംസാരിക്കാനും അറിയത്തില്ല, ഒരു കണ്ണിനും കാഴ്ചയില്ല. അപ്പോൾ അങ്ങേരെ നമ്മുടെ ഇമിഗ്രേഷൻകാർ പിടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ആ കടുത്ത തണുപ്പിൻ്റെ ആ സമയത്ത്, സ്നോയുടെ ആ സമയത്ത് അവിടെ ഏതോ ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി വിട്ടു. അതിനുശേഷം 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ ഡെഡ് ബോഡിയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാവപ്പെട്ട ഒരാൾ 1.5 വർഷം അയാളുടെ ഇവിടെ വന്നിട്ട്, അയാളുടെ കുടുംബമൊക്കെ വളരെ ദാരിദ്ര്യ അവസ്ഥയിൽ കഴിയുന്നത്. പക്ഷേ ന്യൂയോർക്ക് ടൈംസ് ഒരു 4-5 പേജുള്ള ഒരു വലിയ ഫോട്ടോകളും എല്ലാം കൊടുത്ത് ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ട്, ഇയാൾ ഇവിടെ വന്നതും ഇയാളെ ഐസ് പിടിച്ചുകൊണ്ട് പോകുന്നതും പിന്നീട് അയാളെ കാണാതാകുന്നതും മരിക്കുന്നതും. അപ്പോൾ ആ മൊത്തം ഒരു റിപ്പോർട്ട് വാസ്തവം പറഞ്ഞാൽ അതിശയം തോന്നിപ്പോയി. നമ്മുടെ ഏതെങ്കിലും ഒരു പത്രം, ഇപ്പം മനോരമയോ മാതൃഭൂമിയോ, നമ്മുടെ നാട്ടിൽ ഒരു പിച്ചക്കാരൻ എവിടെയോ മരിച്ചു കിടക്കുന്നു, അയാൾ ആരായിരുന്നു, എന്തായിരുന്നു, അയാൾ എങ്ങനെ മരിച്ചു എന്നുള്ളതിനെപ്പറ്റി ഒരു 5 പേജ് റിപ്പോർട്ട് തയ്യാറാക്കുമോ? അതിശയം തോന്നിപ്പോയി. അപ്പോൾ എത്ര ഉയർന്ന രീതിയിലാണ് ഈ ന്യൂയോർക്ക് ടൈംസൊക്കെ ചിന്തിക്കുന്നതെന്ന് തോന്നിപ്പോയി. അപ്പോൾ അത് ഒരു കാര്യം. അപ്പോൾ ഈ ഇറാൻ യുദ്ധം സംബന്ധിച്ച് പറയുമ്പോൾ അക്കാര്യത്തിൽ പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു മുഖ്യ എതിരാളി ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസാണ്. ആരെങ്കിലും ട്രംപിനെതിരെ പറയുന്നുണ്ടെങ്കിൽ അവർ മാത്രമാണ് ധൈര്യപൂർവ്വം പറയുന്നത് ഓരോ കാര്യങ്ങളും. അപ്പോൾ അതാണ് ട്രംപിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഈ യുദ്ധത്തിന് $1 ട്രില്യൺ വരെ ചിലവ് വരുമെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെയെല്ലാം സാമ്പത്തിക നില പരുങ്ങലിലായി, എല്ലാത്തിനും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രസിഡന്റ് പറയുന്നത് അങ്ങനെയല്ല, ഈ സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടും യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ യുദ്ധം എന്ന് കഴിയും എന്നുള്ളതാണ് നമുക്കാർക്കും വ്യക്തമല്ലാത്ത കാര്യം. ഇപ്പോൾ ചൈനയിലേക്ക് പ്രസിഡന്റ് പോയിരിക്കുന്നു. ചൈന രഹസ്യത്തിൽ ഇവരെ സഹായിക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതല്ല നടക്കുന്നത്, അതിൻ്റെ പുറകിൽ കൂടെ കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ടാവും. ഇവരെ കാസ്പിയൻ കടൽ വഴിയൊക്കെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ മുഖേന ഇവർ ആയുധങ്ങളും മറ്റും എത്തിക്കുന്നുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത്. ചൈനയ്ക്ക് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ.
അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്കൊപ്പം എന്ന രീതിയിൽ നിൽക്കുന്നത് ചൈനയാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ചൈനയിലെത്തിയിരിക്കുന്ന പ്രസിഡൻറ്റ് ഈ സിയുമായിട്ട് സംസാരിച്ച് കാര്യത്തിൽ വല്ല ഒരു തീരുമാനം ഉണ്ടാകുമോ, ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ വല്ലതും നടത്തുമോ എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കേട്ട നല്ലൊരു വാർത്ത, ഈ വെനസ്വേല നമുക്കറിയാം, പിന്നെ സൈന്യം പോയി അവിടുത്തെ പ്രസിഡൻറ്റിനെ പിടിച്ചുകൊണ്ട് വന്നു. ഇപ്പം അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രാജ്യം അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കണമെന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ കാനഡ ഒരു സ്റ്റേറ്റ് ആക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് കിട്ടണം എന്ന് പിന്നെ നിർബന്ധം പറഞ്ഞു. ഇപ്പോൾ ഇതാ വെനസ്വേല കൂടി ഒരു സ്റ്റേറ്റ് ആക്കണമെന്ന് പിന്നെ പറഞ്ഞിരിക്കുന്നത്. തരക്കേടില്ല, നല്ലൊരു ആശയമാണ്. ഇപ്പോൾ വെനസ്വേല അമേരിക്കയുടെ ഭാഗമായാൽ അവർക്കും അതുകൊണ്ട് ഗുണമേ ഉള്ളൂ, ദോഷം വരാൻ പോകുന്നില്ല. അമേരിക്കയുടെ ഭാഗമാകുമ്പോൾ ചൂഷണം എന്നുള്ള ആരോപണമൊന്നും വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഈ ഇസ്രായേലിനെയും കൂടി അമേരിക്കയുടെ ഭാഗം മറ്റൊരു സ്റ്റേറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇസ്രായേലിനോട് കളിക്കാൻ ചെല്ലത്തില്ല. അമേരിക്കയാണല്ലോ അമേരിക്കയുടെ ഭാഗമായി കഴിയുമ്പോൾ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഈ ഇറാൻ യുദ്ധം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവരുടെ കയ്യിൽ അണുവായുധം വല്ലതും ഉണ്ടോ, അതാണോ അവർക്ക് ഈ ശൗര്യം കൂടുന്നത്? അവർ എല്ലാം ശരിപ്പെടുത്തി കളയും, അമേരിക്കയൊക്കെ തോപ്പിച്ച് കളയും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനോർക്കുക, ഇവരിപ്പം ഷിയാകളാണ്, ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ വിഭാഗമാണ് ഈ ഇറാൻകാർ. അതിൽ ഇറാൻ കഴിഞ്ഞാൽ കൂടുതൽ ഷിയാകളുള്ളത് പാകിസ്ഥാനിലാണ്. അപ്പം നേരെ മറിച്ച് സുന്നികളായിരുന്നെങ്കിൽ മറ്റെല്ലായിടത്തും സുന്നികളായിരുന്നെങ്കിൽ മുസ്ലിങ്ങളെല്ലാം കൂടി ഒന്നിച്ചുകൂടി അവരുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു സ്ഥിതി വരുമായിരുന്നു. ഇതിപ്പം ഷിയാകളായതുകൊണ്ട് സുന്നി സൗദിയും മറ്റതുപോലുള്ള രാജ്യങ്ങൾക്കൊന്നും ഇവരോട് അത്ര താല്പര്യമില്ല, ഇവർ അത്ര വിശ്വസിക്കുന്നതുമില്ല. അപ്പോൾ ഒരു മുസ്ലിം ഏകോപനം ഉണ്ടാകാനുള്ള സാധ്യതയും ഒന്നുമില്ല. എന്തായാലും സ്ഥിതിഗതികൾ ഈ പഴയതുപോലെ തന്നെ തീർച്ചയായും തീരുമാനമില്ലാതെ പോകുന്നു. ഇതുപോലെ ഒരു കാര്യം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞ പോലെ ആണ്, ഒരു തീരുമാനം ഒന്നുണ്ടാവുന്നില്ല. ഒരു കാര്യവും ഒന്നുകിൽ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നു. ഈ രീതിയിലല്ല, ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നു. എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനം അധികം താമസിയാതെ ഉണ്ടാകുമെന്നാണ് സൂചന. കാരണം ഈ ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അവരൊക്കെ ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഉടൻ സംഭവിക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ എന്ത് സംഭവിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്.